പരീക്ഷ പേടി മൂലം +2കാരൻ ആത്മഹത്യ ചെയ്തു. പ്രണയത്തകർച്ച മൂലം 21കാരി ആത്മഹത്യ ചെയ്തു. ഇന്ന് യാതൊരു വാർത്താ പ്രാധാന്യവുമില്ലാതെ നമ്മൾ വായിച്ചു വിടുന്ന വാർത്തകളായതൊക്കെ. ഇപ്പോഴും നമുക്ക് ചുറ്റും എത്രയോ പേർ ഈ ഒരു ചിന്ത മൂലം, അതായത് പല പ്രതിസന്ധികളിൽ പകച്ചു നിന്നിട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ച് നടക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് ഒരു കാര്യം കാണിച്ചു തരാനുള്ളതും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതും അവരോടാണ്. ആദ്യം ഇതൊന്ന് കണ്ടിട്ട് വരാം. When I was with the 2024 World Cup winning team in West Indies, I couldn't play a game. I kept on visualizing, I kept on dreaming, I kept on working. This is exactly what I wanted to do then. I thought I need to work in, I need to put in so much of work that this is exactly what I wanted to achieve. And by God's grace, I think today things have turned around. I think right after the New Zealand series, I was broke. I was completely out of my mind. I was like, okay, my dreams have shattered. Okay, what else can I do? But God had different plans. I think I suddenly came back into the crucial games and I did what I could for my country. So I think I'm very proud and very happy that I was courageous enough to dream about it. And actually things have turned up so nicely for me. ഹായ്, ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്നലെ സഞ്ജു സാംസണെയാണ് ലോകകപ്പ് നേടിയ ടീം ഇന്ത്യയേക്കാൾ കൂടുതൽ നമ്മൾ ആഘോഷിച്ചത്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. അതിനുള്ള കാരണം നമുക്കറിയാം അല്ലേ? സഞ്ജു എത്രയോ കാലമായിട്ട് ടീം ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന്, അതും സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ടീമിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിൽ വന്നതിന് ശേഷവും എത്രയോ കാലം പലരാലും വിമർശിക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട്, അല്ലെങ്കിൽ തഴയപ്പെട്ട്, ഇനിയിപ്പോൾ അവസരം കിട്ടുന്ന അവസരങ്ങളിൽ പോലും പലപ്പോഴും സ്വന്തമായിട്ട് തെളിയിക്കാൻ പറ്റാതെ സ്വയം തന്നെ ഡൗട്ട് ചെയ്ത് ഒക്കെ എത്രയോ വലിയ സ്ട്രഗിളിലൂടെയാണ് ആ മനുഷ്യൻ പോയത്. പക്ഷേ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹി നെവർ ഗിവ് അപ്പ്. ഒരിക്കലും തോറ്റു കൊടുക്കാൻ സഞ്ജു റെഡി ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയും ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ ഈ ഒരു മനുഷ്യനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ആ മനുഷ്യന് എത്രയോ വർഷങ്ങളായി പോയ പ്രതിസന്ധികളുണ്ട്. സ്വന്തം കരിയറിൽ ഒന്ന് സ്വയം പ്രൂവ് ചെയ്യാൻ പറ്റാതെ എല്ലാവരെല്ലാം വിമർശിക്കപ്പെട്ട് കളിയാക്കപ്പെട്ട് ജീവിച്ച ഒരു സഞ്ജു സാംസൺ ഉണ്ട്. എന്നാൽ അവിടെ തോറ്റുപോയിരുന്നെങ്കിൽ ഇന്ന് ടീം ഇന്ത്യക്ക് ഈ 2026 T20 വേൾഡ് കപ്പ് ഉയർത്താനും പറ്റുമായിരുന്നില്ല. സഞ്ജുവിന് ഇന്ന് ഇത്ര തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കാനും പറ്റുമായിരുന്നില്ല. സോ ഒരു സമയവും പെർമനൻ്റ് അല്ല. എവ്രി ടൈം വിൽ പാസ്. എല്ലാ പ്രതിസന്ധികളും മാറും. പക്ഷേ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് അതിനെ നേരിടണമെന്ന് മാത്രമേ ഉള്ളൂ. വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബൈ.